ഹായ് സ്റ്റുഡൻസ്, അപ്പൊ നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ 3 ഡയമെൻഷൻ ആണ്, അതുപോലെ തന്നെ 2 ഡയമെൻഷൻ. ഇത് രണ്ടും നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ചെറിയൊരു ഫ്ലൂയിഡ് എലമെന്റ് കൺസിഡർ ചെയ്യുക. ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നു, അതിനകത്ത് ഒരു ഫ്ലൂയിഡ് എലമെന്റ് മാത്രം നമ്മൾ എന്ത് ചെയ്യാണ്, കൺസിഡർ ചെയ്യണം. അതാണ് dx dy dz എന്ന് പറയുന്ന ഈ കൺസിഡർ ചെയ്തിരിക്കുന്ന ഫ്ലൂയിഡ് എലമെന്റ് എന്ന് പറയുന്നത്. ഇനി അവിടെയുള്ള ഓരോന്നിന്റെയും ഇൻലെറ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി എത്രയാണ്, u ആണ്. y ഡയറക്ഷൻ വെലോസിറ്റി v ആണ്. z ഡയറക്ഷൻ വെലോസിറ്റി w ആണ്. ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് u v w. x y z ലുള്ള ഇൻലെറ്റ് വെലോസിറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ഫ്ലൂയിഡ് പോകുന്നത്. ഇപ്പൊ ഈ ഒരു ക്യൂബ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ എ ബി സി ഡി എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് ഫ്ലൂയിഡ് എങ്ങോട്ടേക്ക് പോകുന്നു, എക്സ് ഡയറക്ഷനിൽ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എ ബി സി ഡിയിൽ നിന്ന് നേരെ ഏത് വഴി എന്റർ ചെയ്ത് ഇ എഫ് ജി എച്ചിലൂടെ പുറത്തേക്ക് പോകും. ഒരു ക്യൂബായിട്ട് കൺസിഡർ ചെയ്യുക. അതായത് എ ബി സി ഡി എന്ന ഫേസിലൂടെ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു, എന്റർ ചെയ്യുന്നു. എന്നിട്ട് ഏത് വഴി പുറത്തേക്ക് പോകും, ഇ എഫ് ജി എച്ചിലൂടെ ആ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് പോവാണ്. അപ്പോൾ അവിടെ മാസ് ഓഫ് ഫ്ലൂയിഡ് എന്ററിംഗ് ഫ്രം ദ ഫേസ് എ ബി സി ഡി പെർ സെക്കൻഡ്. എ ബി സി ഡിയിലൂടെ എന്റർ ചെയ്യുന്ന എ ബി സി ഡി എന്ന് പറയുന്ന ഫേസിലൂടെ അകത്തേക്ക് എന്റർ ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ മാസ് എന്ന് പറയുന്നത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എനിക്ക് അറിയാവുന്ന എക്സ്പ്രഷൻ എന്താ, റോ എ വി എനിക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ റോ ഇൻറ്റു വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ ഇൻറ്റു ഏരിയ ഓഫ് എ ബി സി ഡി എന്നുള്ളതാണ് എക്സ്പ്രഷൻ. സോ റോ ഇൻറ്റു എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, യു ആണ്. എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി ഞാൻ ഇവിടെ കൊടുത്തു, റോ ഇൻറ്റു യു ഇൻറ്റു ഏരിയ ഓഫ് എ ബി സി ഡി. എ ബി സി ഡിയുടെ ഏരിയ എന്ന് വെച്ചാൽ ഇത്രയും ഡിസ്റ്റൻസ് എനിക്ക് എത്രയാണെന്ന് അറിയാം, ഡി വൈ ആണെന്ന് അറിയാലോ. ഇത്രയും ഡിസ്റ്റൻസ് എനിക്ക് എത്രയാണെന്ന് അറിയാം, ഡി സെഡ് ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ റോ യു ഇൻറ്റു ഡി വൈ ഇൻറ്റു ഡി സെഡ് എന്ന് എനിക്ക് കിട്ടും. അതാണ് അത്രയും മാസ് ഓഫ് ഫ്ലൂയിഡ് ആണ് എ ബി സി ഡി എന്ന ഫേസിലൂടെ അകത്തേക്ക് കടക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗെയിൻ ഓഫ് മാസ് ഓഫ് ഫ്ലൂയിഡ് ലീവിംഗ് ദ ഫേസ് ഇ എഫ് ജി എച്ച് പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് എൻ്റർ ചെയ്തു, ഇനി അത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു മാസ് ഗെയിനും കൂടെ ഉണ്ടാവും. അതാണ് എത്രയാ, റോ യു ഇൻറ്റു ഡി വൈ ബൈ ഡി എസ് എന്ന് പറയുന്ന അവിടെ എൻ്റർ ചെയ്തത്. അതിന്റെ കൂടെ തന്നെ ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു ഡി വൈ ഡി ഇസഡ് ഇൻറ്റു ഡി എക്സ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗെയിൻ ഓഫ് മാസും കൂടെ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഉണ്ടാകും. സോ അത് ഞാൻ എഴുതി, മാസ് ഓഫ് ഫ്ലൂയിഡ് ലീവിംഗ് ദ ഫേസ് ഇ എഫ് ജി എച്ച് പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടാവും, ഒരു ചെറിയൊരു ഗെയിൻ ആൻഡ് മാസ് കൂടെ ഉണ്ടാവും. അതാണ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു ഡി വൈ ഡി ഇസഡ് ഇൻറ്റു ഡി എക്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് അവിടെയുള്ള ഗെയിൻ ഇൻ മാസ് ഇൻ എക്സ് ഡയറക്ഷൻ. ഇപ്പൊ എക്സ് ഡയറക്ഷനിൽ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത് കൺസിഡർ ചെയ്ത്, അപ്പൊ എക്സ് ഡയറക്ഷനിൽ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെയുള്ള ഗെയിൻ ഇൻ മാസ് എത്രയാണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ, മാസ് ത്രൂ എ ബി സി ഡി, അതായത് എ ബി സി ഡിയിലൂടെ എൻ്റർ ചെയ്ത മാസിൽ നിന്ന് മൈനസ് മാസ് ത്രൂ ഇ എഫ് ജി എച്ച് പെർ സെക്കൻഡ്. ഇ എഫ് ജി എച്ചിലൂടെ എത്രയാണ് ലീവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് മൈനസ് ചെയ്താൽ പോലെ, എ ബി സിയിൽ എത്ര എൻ്റർ ചെയ്തു, അതിൽ നിന്ന് ഇ എഫ് ജി എച്ചിലൂടെ എത്ര ലീവ് ചെയ്തു, അല്ലെ ആ ലീവ് ചെയ്ത എമൗണ്ട് എന്ത് ചെയ്താൽ മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, അവിടെയുള്ള മാസ് ഗെയിൻ എത്രയാണ് എന്നുള്ള കാര്യം കിട്ടും. സോ ചെയ്യാലോ, ഈ ഇക്വേഷൻ മൈനസ് ദിസ് ഇക്വേഷൻ. അപ്പൊ എനിക്ക് എന്താ ആൻസർ കിട്ടുക, മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു ഡി വൈ ഡി സെഡ് എന്ന് കിട്ടി. ഞാനത് എങ്ങനെ എഴുതുകയാണ്, മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ് എന്ന് ഞാൻ എന്ത് ചെയ്തു, റീഅറേഞ്ച് ചെയ്ത് എഴുതും. അപ്പൊ ഈ കിട്ടിയ വാല്യൂ മൈനസ് ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു റോ യു ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ് എന്ന് പറയുന്നത് എന്താ, ഗെയിൻ ഇൻ മാസ് ഇൻ എക്സ് ഡയറക്ഷൻ. അപ്പൊ ഇത് എക്സ് ഡയറക്ഷനിലെ മാസ് ഗെയിൻ ആണെങ്കിൽ വൈ ഡയറക്ഷനിൽ എങ്ങനെ കണ്ടുപിടിക്കാം, ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ എക്സ് ഡയറക്ഷനിലാണ് മൈനസ് ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു റോ ഇൻറ്റു യു എന്ന് വെച്ചാൽ എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി ആണ്, ഡി എക്സ് ഡി വൈ ഡി സെഡ്. അപ്പൊ ഡി എക്സ് ഡി വൈ ഡി സെഡ് എന്തായാലും കോമൺ ആയിട്ട് ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ വൈ ഡയറക്ഷനിൽ നോക്കാം, മൈനസ് ഡോ ബൈ ഡോ വൈ ഇൻറ്റു റോ ഇൻറ്റു വൈ ഡയറക്ഷനിലെ വെലോസിറ്റി എന്താ, വി ആണ്, റോ ഇൻറ്റു വി ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ് ആണ്. അങ്ങനെയാണെങ്കിൽ സിമിലർലി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, ഇസഡ് ഡയറക്ഷനിലൂടെ കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. അപ്പൊ എങ്ങനെ വരും, മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഇൻറ്റു റോ ഡബ്ല്യു ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ് എന്ന് എനിക്ക് കിട്ടും. ഓക്കെ, ഇസഡ് ഡയറക്ഷനിലാകുമ്പോൾ മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഇൻറ്റു റോ ഇൻറ്റു ഏത് ഡയറക്ഷൻ വെലോസിറ്റി നോക്കുക, ഏതാ ഇസഡ് ഡയറക്ഷൻ വെലോസിറ്റി എത്രയാ, ഡബ്ല്യു ആണ്. അപ്പൊ ഡബ്ല്യു ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ്. ഡി എക്സ് ഡി വൈ ഡി സെഡ് എന്ന് പറയുന്നത് എല്ലാത്തിലും എന്തായിട്ട് വരുന്നുണ്ട്, കോമൺ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ എന്താ ഉള്ളത്, റോ അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് എന്താ, വെലോസിറ്റി. ഇവിടെ എക്സ് ഡയറക്ഷൻ ആണെങ്കിൽ റോ ഇൻറ്റു യു,
ഇവിടെ y ഡയറക്ഷൻ ആണെങ്കിൽ റോ ഇൻറ്റു വി, z ഡയറക്ഷൻ ആണെങ്കിൽ റോ ഇൻറ്റു ഡബ്ല്യു. അതുപോലെ തന്നെ ഡോ ബൈ ഡോ എക്സ്, എക്സ് ഡയറക്ഷൻ ആണെങ്കിൽ മൈനസ് ഡോ ബൈ ഡോ എക്സ്, y ഡയറക്ഷൻ ആണെങ്കിൽ മൈനസ് ഡോ ബൈ ഡോ വൈ, z ഡയറക്ഷൻ ആണെങ്കിൽ മൈനസ് ഡോ ബൈ ഡോ z. വളരെ സിമ്പിൾ ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ അവിടെ നെറ്റ് ഗെയിൻ ഓഫ് മാസ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാലോ. നെറ്റ് ഗെയിൻ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ പോരെ. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് ഓഫ് ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു റോ യു പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് റോ വി പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് റോ ഡബ്ല്യു ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി ഇസഡ് എന്ന് കിട്ടും. അപ്പൊ നമുക്കറിയാം ഇവിടെ നമുക്ക് മാസ് ഇസ് നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ഇൻ ദ ഫ്ലൂയിഡ് എലമെന്റ് അല്ലെ. ഇപ്പൊ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല, ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നില്ല. കൺസർവേഷൻ ഓഫ് മാസ് ആണ്. നെറ്റ് ഇൻക്രീസ് ഓഫ് മാസ് പെർ യൂണിറ്റ് ടൈം ഇൻ ദ ഫ്ലൂയിഡ് എലമെന്റ് must be equal to rate of increase of mass of the fluid in the element. അപ്പൊ അവിടെ ആ ഫ്ലൂയിഡ് എലമെന്റിലുള്ള നെറ്റ് ഇൻക്രീസ് ഇൻ മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ കംപ്ലീറ്റ് ഫ്ലൂയിഡ്, ആ ഫ്ലൂയിഡ് എലമെന്റിലുള്ള മാസ് ഗെയിന് ഈക്വൽ ആയിരിക്കും. നെറ്റ് ഇൻക്രീസ് ഓഫ് mass per unit time in the fluid element must be equal to the rate of increase of mass of fluid in the element. അല്ലെ, ആ ഫ്ലൂയിഡ് എലമെന്റ് ടോട്ടൽ മാസ് ഗെയിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് എങ്ങനെ എഴുതാം? But the mass of fluid element is rho into dx into dy into dz ആണ്. And its rate of increase with the time എന്ന് പറഞ്ഞാലോ ഡോ ബൈ ഡോ ടി into rho into dx into dy into dz അല്ലെ. അതിലേക്ക് എങ്ങനെ എഴുതാം? ഡോ റോ ബൈ ഡോ ടി into dx dy dz എന്ന് എഴുതാം. അപ്പൊ ഈ കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇതിന് ഈക്വൽ ആയിരിക്കും, കൺസർവേഷൻ ഓഫ് മാസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാം. രണ്ടും കൂടെ ഞാൻ എന്ത് ചെയ്തു? ഇക്വേറ്റ് ചെയ്തു. അപ്പൊ മൈനസ് ഡോ ബൈ ഡോ എക്സ് into റോ യു into ഡോ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് റോ വി പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് റോ ഡബ്ല്യു into dx dy dz is equal to ഡോ റോ ബൈ ഡോ ടി into dx dy dz. അവിടെ ഈ dx dy dz ക്യാൻസൽ ആയി പോവും. ഞാൻ എന്ത് ചെയ്യുന്നു? ഇത്രയും ടേംസിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. എങ്ങനെ എഴുതാം? ഡോ റോ ബൈ ഡോ ടി പ്ലസ് ഡോ ബൈ ഡോ എക്സ് into റോ യു പ്ലസ് ഡോ ബൈ ഡോ വൈ into റോ വി പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് into റോ ഡബ്ല്യു is equal to 0. അപ്പൊ ഇതാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ അല്ലെ. ഇനി അതിനകത്ത് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് മെയിൻലി മൂന്നിടത്ത് നമുക്ക് യൂസ് ചെയ്യാം. എവിടെയൊക്കെ? സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോയ്ക്ക് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ഫ്ലോയ്ക്ക് യൂസ് ചെയ്യാം. കംപ്രസിബിൾ ആൻഡ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. അപ്പൊ അവിടെ സ്റ്റഡി ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ? ഡോ റോ ബൈ ഡോ ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. സ്റ്റഡി ഫ്ലോയുടെ കണ്ടീഷൻ നമ്മൾ പഠിച്ചതാണ്. ഡോ റോ ബൈ ഡോ ടി ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്തായിരിക്കും? ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് റോ വി പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് റോ ഡബ്ല്യു ഈസ് ഈക്വൽ ടു 0. ഇനി അതേസമയം അവിടെ പറയുകയാണ് ഫ്ലൂയിഡ് ഈസ് ഇൻകംപ്രസിബിൾ എന്ന് പറഞ്ഞാൽ, ഇൻകംപ്രസിബിളിന്റെ കേസിൽ എന്തായിരിക്കും? ഡെൻസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? R കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിനെ പുറത്തെടുത്ത് കൊണ്ട് കളയാലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര വരും? ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് ഈസ് ഈക്വൽ ടു 0. കണ്ടിന്യൂറ്റി ഇക്വേഷൻ 3 ഡയമെൻഷൻ. ഇനി കണ്ടിന്യൂറ്റി ഇക്വേഷൻ 2 ഡയമെൻഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? W ഈസ് ഈക്വൽ ടു 0. 2 ഡയമെൻഷൻ ഫ്ലോ ആണ് എന്ത് ചെയ്യുന്നില്ല? ഇസഡ് നമ്മളോട് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ എക്സ്പ്രഷൻ എങ്ങനെ വരും? ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു 0. അതാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഫോർ 2 ഡയമെൻഷൻ എന്ന് പറയുന്നത്. 2 ഡയമെൻഷൻ ആണ്. 3 ഡയമെൻഷൻ ആണെങ്കിൽ ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് ഈസ് ഈക്വൽ ടു 0. അപ്പൊ നമുക്കിവിടെ കറക്ഷൻ അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉള്ള ഈ ഒരു ഏരിയ ഒന്ന് കുറച്ച് ശ്രദ്ധിച്ചുകൊള്ളുക. അതുപോലെ തന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അവിടെ അപ്ലൈ ചെയ്യുന്നു. ആ ഒരു സ്റ്റെപ്പ് ഓർമ്മിക്കുക. Then finally എവിടെയൊക്കെയാണ് നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുക? ഫോർ സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോ, യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ഫ്ലോ, കംപ്രസിബിൾ ആൻഡ് ഇൻകംപ്രസിബിൾ ഫ്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ 3 ഡയമെൻഷൻ പറയാനുള്ളത്. യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരു മിക്കവാറുമുള്ള പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ 3 ഡയമെൻഷൻ അല്ലെങ്കിൽ 2 ഡയമെൻഷൻ. 1 ഡയമെൻഷൻ ചോദിച്ചിട്ടുണ്ട്. നമ്മള് തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള റോ 1 a1 v1 is equal to റോ 2 a2 v2 എന്ന് പറയുന്നത്. അപ്പൊ അതും ചോദിക്കാറുണ്ട്. ഇത് ഈ ഒരു ക്വസ്റ്റൻ ആണ് ഏറ്റവും കൂടുതൽ 3-4 പ്രാവശ്യമൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്, കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഈ ആദ്യം നമുക്ക് എവിടെയാണ് ഈ ഒരു ഫേസിലൂടെ എൻ്റർ ചെയ്യുന്ന മാസ് ഓഫ് വാട്ടർ കൺസിഡർ ചെയ്യുക, അതുപോലെ തന്നെ അവിടെ ലീവ് ചെയ്യുന്ന കൺസിഡർ ചെയ്യുക, അവിടെയുള്ള ഗെയിൻ ഇൻ മാസ് കൺസിഡർ ചെയ്യുക, അത് ഓരോ ഡയറക്ഷനും എത്രയാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുക. ദെൻ കൺസർവേഷൻ ഓഫ് മാസ് അവിടെ അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സിംപ്ലിഫൈ ചെയ്താൽ 3 ഡയമെൻഷണൽ ഇക്വേഷൻ നമുക്ക് അവിടെ കിട്ടും. അത് എവിടെയൊക്കെ ഏതൊക്കെ കണ്ടീഷനിലാണ് അപ്ലൈ ചെയ്യുന്നത്, ഏതൊക്കെ ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിലാണ് അപ്ലൈ ചെയ്യുന്നുള്ള കാര്യം നോക്കിയാൽ മാത്രം മതി. ഓക്കെ.